സംസ്ഥാനത്തെ പാരമ്പര്യ സമ്പന്നമായ പാർട്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്താൻ സാധ്യത ഏറെയുള്ള പാർട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം മികച്ച വിജയം കൈവരിക്കുന്ന പാർട്ടി. അങ്ങനെ എടുത്തു പറയാൻ ഗുണങ്ങൾ നിരവധിയാണ് കോൺഗ്രസിന്. പക്ഷേ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ഗ്രൂപ്പ് തർക്കങ്ങളും എല്ലാ കാലത്തും ഒരു ദുഷ്പേരു തന്നെയാണ് കോൺഗ്രസിന്. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണ ശക്തിയായ ദേശീയ നേതൃത്വത്തിന് പാർട്ടിക്കുള്ളിലെ ഐക്യവും പ്രവർത്തനക്ഷമതയും നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ഓരോ പരാജയത്തിന് ശേഷവും കോൺഗ്രസിനുള്ളിൽ ഒരു താൽക്കാലിക ഐക്യം ഉണ്ടാകാറുണ്ട്. അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്തതും കോൺഗ്രസിന് ദുർബലപ്പെടുത്തുന്നതിൻ്റെ പ്രധാന കാരണമാണ്. പരാജയത്തിൽ മാത്രം താൽക്കാലിക ഐക്യം ഉണ്ടാക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ പിന്നെ എങ്ങനെയാണ് നിരന്തരമായി വിജയവും 2026 അധികാരത്തിലെത്താൻ 90% സാധ്യതയും ഉള്ളപ്പോൾ ഒരു ഐക്യമുണ്ടാകുക? നിലവിൽ അത്തരത്തിൽ ഐക്യമില്ലായ്മയുടെ ലക്ഷണങ്ങൾ എന്ന പോലെ കഴിഞ്ഞ കുറേ മാസങ്ങളായി പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുകയും അതെല്ലാം പാർട്ടി നേതാക്കന്മാർ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം തകർക്കുന്നത് വലിയ പ്രതീക്ഷയോടെ പാർട്ടി പ്രവർത്തനം നടത്തുന്ന പാർട്ടി അണികളുടെ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ്. ഇനിയെങ്കിലും കാര്യമായി നേതാക്കന്മാർ ഒന്ന് ചിന്തിക്കണം. നിലവിൽ പാർട്ടിയിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനും നേതൃനിരയിലുള്ള നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യം ഊട്ടിയുറപ്പിക്കുവാനും പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധവൽക്കരണം നടത്താനും ഹൈക്കമാൻഡ് ഇടപെട്ടെങ്കിലും അതിനും അല്പായുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പാർട്ടിയെ മുൻപോട്ട് നയിക്കേണ്ട KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഭിന്നത എന്നതാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ മോന്തായം വളഞ്ഞാൽ 64 വളയും എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാകുന്ന ഒരു പാർട്ടി എന്നതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒപ്പം സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കുവാൻ വാർത്തകൾ ചോർത്തിക്കൊടുക്കാൻ നടക്കുന്ന മറ്റു ചിലരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള പിണക്കങ്ങളും ഭിന്നതകളും കൊണ്ട് വലിയ പരാജയം നേരിട്ടപ്പോൾ അന്ന് ഹൈക്കമാൻഡ് കൊണ്ടുവന്ന നേതാക്കന്മാർ തമ്മിലാണ് പ്രധാന തല്ല് എന്നതാണ് ഹൈക്കമാൻഡിനും നാണക്കേടായത്. പാർട്ടിക്കുള്ളിലെ ഈ സമീപകാല ഐക്യക്കുറവിൻ്റെ ആഴം പാർട്ടിക്ക് മനസ്സിലായത് തൃശ്ശൂരിലെ പാർട്ടി പരാജയം കൊണ്ടാണ്. അതാണ് വാസ്തവവും. പാർട്ടിയിലെ തലയെടുപ്പുള്ള നേതാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കുന്നു, അതും പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റതോ കൊല്ലംകാരനായ സിനിമാ നടനായ നേതാവിനൊപ്പം. കൂടാതെ ചരിത്രത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നു എന്നതും പാർട്ടിക്ക് എല്ലാ കാലത്തും ഒരു നാണക്കേടായി നിൽക്കും. സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിൽ വലിയ പങ്ക് ജില്ലയിലെ പ്രമുഖ നേതാവിനും കൂട്ടർക്കുമാണ് എന്ന ആരോപണം എത്തി നിന്നതോ ജില്ലാ മന്ദിര ആസ്ഥാനത്തെ കൂട്ടത്തല്ലിൽ. വടക്കേന്ത്യൻ പ്രദേശങ്ങളിൽ BJP കോൺഗ്രസ് ഇടങ്ങൾ പിടിച്ചെടുക്കുന്നത് പോലെ കേരളത്തിലും BJP മുന്നേറ്റം ഉണ്ടാക്കുന്നത് കൂടുതലായും കോൺഗ്രസ് ഇടങ്ങളിലാണ് എന്നതും ശ്രദ്ധേയമാണ്. അതായത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാകുന്നതിനോടൊപ്പമാണ് പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടാകുന്നത്. അത് വലിയ അപകടമാണ് എന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ചിന്തിക്കേണ്ടത് പാർട്ടിയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കണം എന്നതാണ്. അതിന് സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാനും നേതാക്കളുടെയും ഗ്രൂപ്പുകളുടെയും നാമനിർദ്ദേശം തുടരാതെ സംഘടനയിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നതാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏറ്റവും നല്ല മാർഗം. നാമനിർദ്ദേശം തുടരുന്നത് പാർട്ടി സംഘടനയെ ദുർബലപ്പെടുത്തുകയും ഗ്രൂപ്പുകളെ വളർത്തുകയും ചെയ്യും എന്ന ബോധ്യം ഇനിയെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉണ്ടാകണം. സംഘടനാ തലത്തിൽ ജനപിന്തുണയുള്ള യുവ നേതാക്കന്മാരെ അടക്കം നേതൃനിരയിലേക്ക് എത്തിക്കുവാൻ പാർട്ടിക്ക് ഇതിലൂടെ സാധിക്കും. പാർട്ടിയെ സംഘടനാപരമായി പ്രൗഢഗംഭീരമായ ഒരു തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന നിരവധി നേതാക്കന്മാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട്. പിണക്കങ്ങളും തമ്മിലടിയും ഒന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കം പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകുകയും മുതിർന്ന നേതാക്കന്മാർ വഴിമാറി യുവമുഖങ്ങൾക്ക് നേതൃനിരയിലേക്ക് എത്തുവാൻ സാധിക്കുകയും ചെയ്യും. അത് കോൺഗ്രസിന് സംഘടനാപരമായി ഒരു പുത്തൻ ഉന്മേഷം നൽകും. കൂടാതെ പാർട്ടിയിൽ സ്ത്രീകൾക്ക് മികച്ച അവസരങ്ങൾക്കും വഴിയൊരുക്കും. അത് ഇന്ന് പാർട്ടിക്കുള്ളിൽ വളരെ കുറവാണ്. അനായാസം നിയമസഭകളിലും സ്ത്രീകൾക്ക് ഗണ്യമായ അവസരം നൽകാൻ ഇത് പാർട്ടിയെ സഹായിക്കുകയും ചെയ്യും. പാർട്ടിയുടെ ദേശീയ നേതൃത്വം മുതൽ താഴെത്തട്ടിലുള്ള നേതൃത്വത്തെ വരെ നേരിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം പാർട്ടി പ്രവർത്തകർക്ക് നൽകുകയാണെങ്കിൽ കൂട്ടത്തിൽ മികച്ച നേതാവിനെ കണ്ടെത്തുവാനും അണികൾക്ക് സ്വീകാര്യനായ നേതാവിലൂടെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുവാനും സാധിക്കും എന്നത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. ചിന്തിക്കൂ, പാർട്ടിക്ക് ഇനിയും ബഹുദൂരം പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്.